ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് മിണ്ടിയും പറഞ്ഞു വന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്ന നമ്മുടെ നായകനായ സനലും നാട്ടിലുള്ള അയാളുടെ വൈഫ് ലീനയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നതാണ്. ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു. ജോലി കിട്ടി സനല് ഗൾഫിലേക്ക് പോയ ശേഷം ലീന അവളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. നാട്ടിൽ അവൾക്ക് വീടും പറമ്പും ഒക്കെ ഉണ്ടായിരുന്നു. പറമ്പിലെ കാര്യങ്ങൾ നോക്കി സ്വന്തമായിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കി അടുത്തുള്ള ബേക്കറികളിലൊക്കെ കൊണ്ടുകൊടുത്തായിരുന്നു അവൾ അവളുടെ ഒരു ദിവസം ചെലവഴിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസത്തിൽ തന്നെ ഒരുപാട് തവണ സനൽ അവളെ വിളിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും വിശേഷങ്ങൾ അവർ സംസാരിക്കുകയും ചെയ്യും. ഇടുക്കിയിലാണ് ലീനയുടെ വീട്. എറണാകുളത്തായിരുന്നു സനലിന്റെ വീട്. സനല് നാട്ടിൽ വന്നിട്ട് തന്നെ കുറെ കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവൻ വരാത്തതിന്റെ പേരിൽ ലീന പരിഭവം പറയും. കാത്തിരിപ്പുകൾക്കൊടുവിൽ സനൽ നാട്ടിലേക്ക് വരുന്ന ദിവസം എത്തി. തനിക്ക് കുറച്ചു കഴിയുമ്പോൾ ഫ്ലൈറ്റ് ആണെന്നും ഇവിടുത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് താൻ എയർപോർട്ടിലേക്ക് പോവുകയാണെന്നും അവൻ പറയുന്നു. സന്ധ്യ ആവുമ്പോഴേക്ക് താൻ നാട്ടിലെത്തുമെന്ന് പറഞ്ഞതും ലീന ഒരുപാട് സന്തോഷത്തിലായിരുന്നു. സനല് വരുന്ന സന്തോഷത്തിന്റെ ഇടയ്ക്കും അവൾക്ക് പേടി തോന്നുന്നൊരു കാര്യമുണ്ട്. അത് മഴയായിരുന്നു. ആ സമയം നല്ല മഴക്കാലമായിരുന്നു. ഇടുക്കിയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ട്. അത് കാരണം അവൾക്ക് അത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ്. അധികം മഴയാണെങ്കിൽ യാത്ര ചെയ്യാൻ നിൽക്കണ്ട എന്നും എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് വന്നാൽ മതിയെന്നും ഒക്കെ അവൾ സനലിനോട് പറയുന്നു. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞതും സനൽ ഓർക്കുന്നത് അവൻ ഗൾഫിലേക്ക് കയറി പോകുന്ന ദിവസമായിരുന്നു. അന്ന് രാത്രിയിൽ അവർ രണ്ടുപേരും ഒരുപാട് സങ്കടത്തിലായിരുന്നു. സനലിന് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് തീർത്ത് ബിസിനസ് ഒക്കെ ഒന്ന് മെച്ചപ്പെടുത്താനായിരുന്നു സനൽ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് ലീനയെ വിട്ടിട്ട് പിരിയാൻ വിഷമമുണ്ടായിട്ടും ഗൾഫിലേക്ക് കയറി പോകാൻ തീരുമാനിച്ചത് തന്നെ. വിവാഹത്തിന് മുമ്പ് ലീനയുടെ അമ്മയെ അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവൾക്ക് അവളുടെ അച്ഛനെ നഷ്ടപ്പെട്ടു. അത് കാരണം ഇപ്പോൾ ആ വീട്ടിൽ അവൾ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, താനും കൂടെ പോയി കഴിഞ്ഞാൽ അച്ഛന്റെ അമ്മയുടെ ഓർമ്മകളുള്ള ആ വീടും പറമ്പും എല്ലാം തന്നെ അനാഥമായി പോകുമെന്നുള്ള വിഷമത്തിലായിരുന്നു അവൾ അവിടെ നിന്നിരുന്നത്. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കാതിരിക്കാനാണ് ഈ കട്ട്ലറ്റിന്റെ ബിസിനസ്സും തുടങ്ങിയത്. അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയും അവരുടെ മകൾ ഷീജയും എപ്പോഴും അവളുടെ കൂടെ സഹായത്തിനുണ്ടാകും. അങ്ങനെ കഥ പ്രസന്റിലേക്ക് വരുന്നു. വൈകുന്നേരം സനലെത്തുന്നതിന് മുമ്പ് ലീനയ്ക്ക് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കട്ട്ലറ്റിന്റെ കൂടെ ഇടിയർച്ചയുടെ ബിസിനസ് കൂടി ഉള്ളതുകൊണ്ട് അവൾക്ക് പുറത്തുനിന്ന് ഒരുപാട് ഓർഡർ കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടിയ ഓർഡർ എല്ലാം തന്നെ അവൾ നേരിട്ട് പോയാണ് അയക്കുന്നത്. കൂടാതെ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കൂടി പുതുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവൾ ഷാജി എന്ന് പറയുന്ന ഒരാളെ വിളിക്കുന്നു. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും സനല് ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് കയറി നാട്ടിലിറങ്ങി. ഉച്ചയായപ്പോഴേക്കും നാട്ടിലെത്തിയെങ്കിലും പിന്നീട് അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് വരുന്ന വഴിയിൽ തന്റെ വീട്ടിലൊന്ന് കയറിയിട്ടേ വരുമെന്ന് സനല് പറയുന്നു. അവിടെ അവന്റെ മമ്മിയും പെങ്ങളും പെങ്ങളുടെ ഹസ്ബൻഡും ഒക്കെയാണുള്ളത്. സനല് 2 ആഴ്ചത്തെ ലീവിനാണ് വരുന്നതെന്നാണ് ലീനയോട് പറയുന്നത്. നാട്ടിലുള്ള അവന്റെ ഒരു ഫ്രണ്ടായ മനോജ് എന്ന് പറയുന്ന ഒരാള് കുറച്ച് ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഗൾഫിലുള്ള അവന്റെ ബിസിനസ്സിന് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അത് വാങ്ങാനായിരുന്നു അവന്റെ വരവ്. 2 ആഴ്ച എന്ന് കേട്ടപ്പോൾ തന്നെ ലീനയ്ക്ക് വിഷമം തോന്നാൻ തുടങ്ങി. എന്താണെങ്കിലും ഞാൻ ഒന്ന് വരട്ടെ, അത് കഴിഞ്ഞിട്ട് എല്ലാം തീരുമാനിക്കാമെന്ന് സനല് പറയുന്നു. എയർപോർട്ടിൽ നിന്നും ഒരു ടാക്സി എടുത്ത് സനല് നേരെ പോകുന്നത് തന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നിട്ട് അളിയന്റെ കാറും എടുത്തുകൊണ്ട് ഇടുക്കിക്ക് വരാനായിരുന്നു അവന്റെ തീരുമാനം. അതിനിടയിൽ എല്ലാം തന്നെ ഗൾഫിലുള്ള തന്റെ സുഹൃത്തുമായിട്ട് സനല് സംസാരിക്കുന്നു. അവർക്കിന്ന് വലിയൊരു ഡീലിന്റെ മീറ്റിംഗ് ഉണ്ട്. ആ ഡീല് കിട്ടുകയാണെങ്കിൽ അവരുടെ ബിസിനസ്സിന് അത് വളരെയധികം ഗുണകരമായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് സനൽ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാമെന്ന് പറയുന്നു. ആ നിമിഷം സനലിന്റെ ഓർമ്മകൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയായിരുന്നു. ലീന എറണാകുളത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും പ്രണയത്തിലാകുന്നത്. ലീനയുടെ കൂട്ടുകാരിയുടെ ബ്രദറായിരുന്നു സനൽ. അന്നിവർ രണ്ടുപേരും ഈ ചായക്കടയിൽ വന്നിരുന്ന് സ്ഥിരം ചായ കുടിക്കുന്നത് പതിവാണ്. ഒരു വീക്കെൻഡിൽ ബാക്കി എല്ലാവരും നാട്ടിലേക്ക് പോയിട്ടും ലീന മാത്രം നാട്ടിൽ പോയില്ല. സനലിനെ കാണേണ്ട കാര്യമുള്ളത് കൊണ്ട് തന്നെ അവൾ എറണാകുളത്ത് തന്നെ നിന്നു. രണ്ടുപേരും അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ന്യൂസിലെല്ലാം തന്നെ ഇടുക്കിയിൽ മണ്ണിടിച്ചിലിന്റെ വാർത്ത കാണുന്നത്. അവളുടെ വീടുള്ള സ്ഥലത്തായിരുന്നു ആ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നത്. ആകെ ടെൻഷനായിട്ട് അവൾ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അറിയുന്നത് അവളുടെ അമ്മയും ആ മണ്ണിടിച്ചിൽപ്പെട്ട് മരിച്ചു എന്നാണ്. ആ മരണാനന്തര ചടങ്ങുകളിലെല്ലാം തന്നെ ലീനയുടെ കൂടെ സനലും പങ്കെടുത്തു. സനൽ അവിടെ നിന്നും തിരിച്ചു പോകാൻ നേരത്ത് ലീന അവനെ കെട്ടിപ്പിടിച്ച് യാത്ര അയക്കുന്നതൊക്കെ അവളുടെ പപ്പ കാണുന്നുണ്ടായിരുന്നു. ഇവരുടെ ഈ ബന്ധത്തിൽ അയാൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ലീന ടൗണിലെ കടയിൽ കൊടുക്കാനുള്ള കട്ട്ലറ്റുകൾ റെഡിയായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾക്ക് സനലിന്റെ സഹോദരിയുടെ കോള് വരുന്നത്. സനൽ ആദ്യം അവിടേക്ക് വരുന്നത് കൊണ്ട് അവിടെ നിന്നായിരിക്കും അവൻ ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ട് അവർ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. സനലിന്റെ മമ്മിയും സഹോദരിയും എല്ലാം തന്നെ അവളോട് പറയുന്നത് ഇനിയെങ്കിലും അവനോട് അവിടുത്തെ ജോലി മതിയാക്കി ഇവിടെ വന്ന് നിൽക്കാൻ നീ പറയണമെന്നാണ്. കുറെ കാലങ്ങളായി രണ്ടുപേരും അവിടെ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒന്നുകിൽ ഇവളെ അങ്ങോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവൻ നാട്ടിൽ തന്നെ വന്ന് നിൽക്കണം. എന്നാൽ ലീന പറയുന്നുണ്ട് ഈ പ്രാവശ്യം 2 ആഴ്ചത്തേക്കാ വരുന്നത് എന്തോ ബിസിനസിന്റെ കാര്യത്തിനാണെന്ന്, അല്ലാതെ ഇവിടെ നിൽക്കാൻ വേണ്ടി ഒന്നും വരുമല്ലെന്ന്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സനൽ സഹോദരിയുടെ വീട്ടിലെത്തി. അവിടെ കുറച്ചുനേരം ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കുന്നു. അവരെല്ലാവരും അവനെ ഉപദേശിക്കുന്നുണ്ട് ഇനിയെങ്കിലും ലീനയെ ഒറ്റയ്ക്കിടാതെ ഒന്നുകിൽ അവളെ കൂട്ടിക്കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇവിടെ തന്നെ വന്ന് നീ നിൽക്കണമെന്ന്. എന്തെങ്കിലും വഴിയുണ്ടാക്കാന്നാണ് അവൻ പറയുന്നത്. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ ലീനയെ വിളിച്ചപ്പോൾ ലീന പറയുന്നുണ്ട് ഇവിടെ നല്ല മഴക്കോളുണ്ട്, അവിടെ മഴ പെയ്യാൻ സാധ്യതയുണ്ടാകും. വരുന്ന വഴിക്ക് നല്ല മഴയാണെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് രാവിലെ വന്നാ മതിയെന്ന്. ഈ മഴയിലും മണ്ണിടിച്ചിലും അമ്മയെ നഷ്ടപ്പെട്ട കാരണം അവൾക്ക് മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അവനോട് മഴയ്ക്ക് മുമ്പ് എത്തണം, അല്ലെങ്കിൽ മഴയാണെങ്കിൽ എവിടെയെങ്കിലും കയറി നിന്നിട്ട് പിറ്റേന്ന് വന്നാൽ മതി എന്നൊക്കെ പറയുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സനൽ അവിടെ നിന്ന് അളിയന്റെ കാറും എടുത്തുകൊണ്ടിറങ്ങി. കാറിലിരിക്കുമ്പോഴെല്ലാം തന്നെ അവൻ ലീനയോട് വീഡിയോ കോളിലൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവള് ടൗണിലേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അവനോട് സംസാരിച്ചാൽ മതി, ഫോണിലേക്ക് നോക്കണ്ടെന്നും നേരെ നോക്കി വണ്ടി ഓടിച്ചാൽ മതി എന്നൊക്കെ
എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ആധാർ കാർഡ് കൊണ്ടുപോകണം. കുറേയായിട്ട് അവൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലമാരി മുഴുവൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾക്ക് അവരുടെ രണ്ടുപേരുടെയും പഴയൊരു ഫോട്ടോ കിട്ടുന്നു. അത് കാണുമ്പോൾ അവളുടെ ഓർമ്മകൾ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അനയിച്ചിരുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ചാണ് ഈ ഫോട്ടോ എടുക്കാൻ പോയത്. സനലിന്റെ ഒരു ഫോട്ടോ അവളുടെ കയ്യിലും അവളുടെ ഒരു ഫോട്ടോ സനലിന്റെ കയ്യിലും അന്നുണ്ടായിരുന്നു. അവളുടെ പപ്പയ്ക്ക് അവളുടെ ആ ബന്ധത്തിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ വേറെ കല്യാണാലോചനകൾ അയാൾ നോക്കുന്നുണ്ടായിരുന്നു. ഈ ഷാജിക്ക് എന്ന ബ്രോക്കർ ജോലി ഉണ്ടായിരുന്നു. അയാളായിരുന്നു പല ആലോചനകളെ ലീനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. സനല് പോകുന്ന വഴിക്ക് ഒരിടത്ത് പെട്രോൾ അടിക്കാൻ കയറിയപ്പോ അവന്റെ ഒരു സുഹൃത്തിനെ കാണുന്നുണ്ട്. ബാസി എന്നായിരുന്നു അയാളുടെ പേര്. സനലിനെ ബാസി നിർബന്ധിക്കുന്നുണ്ട്, അടുത്താണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്, നീ അങ്ങോട്ടേക്കൊന്ന് വരാൻ. സമയമില്ലാഞ്ഞിട്ട് പോലും ബാസി നിർബന്ധിച്ച കാരണം സനൽ അവിടേക്ക് വരുന്നു. നാട്ടിലുള്ള അവന്റെ സുഹൃത്തുക്കളൊക്കെ ബിസിനസ്സും മറ്റുമായിട്ട് നാട്ടിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ മാത്രം ഇങ്ങനെ പുറത്തുപോയി ഫാമിലിയെല്ലാം വിട്ട് നിൽക്കുന്നതിൽ അവനപ്പോൾ വിഷമം തോന്നുന്നുണ്ട്. ടീനയും ഇവനും തമ്മിലുള്ള പ്രണയത്തില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ബാസിയായിരുന്നു. ആ കാര്യങ്ങൾ സംസാരിക്കാൻ നേരത്ത് കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ലീനയോട് അവളുടെ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സനലുമായിട്ടുള്ള ബന്ധമൊന്നും ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നും നിനക്ക് വേറെ ആലോചന നോക്കുന്നുണ്ടെന്നും. രണ്ടുപേരും ക്രിസ്ത്യാനികളാണെങ്കിലും രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അത് കാരണമായിരുന്നു അയൽക്കാ ബന്ധം സമ്മതമല്ലാത്തത്. അവളുടെ കല്യാണം വേറെ തീരുമാനിക്കുന്നായപ്പോൾ ഇവർ രണ്ടുപേരും വീട്ടിലൊന്നും അറിയാതെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. സനലിന്റെ സഹോദരി ഷൈനിയുടെ കൂടെയായിരുന്നു ലീന ഹോസ്റ്റലിൽ താമസിച്ചിരുന്നത്. തങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന കാര്യം അവൾ അന്ന് രാത്രി ഷൈനിയോട് പറയുന്നു. ഇവരുടെ ബന്ധത്തിലെ ഷൈനി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ രണ്ട് വീട്ടുകാരെയും ഇപ്പോൾ അറിയിക്കാൻ പറ്റില്ല. കാരണം സനലിന്റെ സഹോദരി ഷൈനിയുടെ വിവാഹം കഴിഞ്ഞിട്ടേ തങ്ങളുടെ വിവാഹത്തെ പറ്റി വീട്ടിൽ അറിയിക്കാവൂ എന്ന് അവർ തീരുമാനിച്ചതാണ്. ഷൈനിക്ക് നാളെ എക്സാം ഉള്ളതുകൊണ്ട് എന്തായാലും ഇവരുടെ കല്യാണത്തിന് വരാൻ പറ്റില്ല, നീ പോയി കെട്ടൊക്കെ കഴിഞ്ഞിട്ട് എന്റെ നാത്തൂനായിട്ട് തിരിച്ചു വാന്ന് പറഞ്ഞിട്ടാണ് ഷൈനി അവളെ കല്യാണത്തിന് വേണ്ടി പറഞ്ഞു വിടുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ സനലിന്റെ കൂട്ടുകാരുടെ സഹായത്തോടു കൂടി ഇവർ രണ്ടുപേരും രജിസ്റ്റർ ഓഫീസിലെത്തുകയും കല്യാണം കഴിക്കുകയും ചെയ്യുന്നു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ നടന്നു. എന്താണെങ്കിലും തൽക്കാലം രണ്ട് വീട്ടിലും ഇപ്പൊ അറിയണ്ടെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ബാസിയായിരുന്നു ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. ആ കഥകളൊക്കെ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നു. കുറച്ചു കഴിയുമ്പോഴേക്കും ബാസിയോട് യാത്ര പറഞ്ഞ് സനൽ വീണ്ടും ഇടുക്കിക്ക് തിരിച്ചു. നമ്മുടെ ലീനയാകട്ടെ വീട്ടിൽ നിന്ന് റെഡിയായി ഇറങ്ങി നേരെ അടുത്തുള്ള ബേക്കറിയിലേക്ക് വരുന്നു. അവിടുത്തെ കടക്കാരനാകട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇവളെ കാണുമ്പോൾ ഓരോ ചോദ്യങ്ങളുണ്ട്. ഹസ്ബൻഡ് ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൽ ഇങ്ങനെ ബുദ്ധിമുട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അയാളുടെ ചോദ്യങ്ങളൊക്കെ പലപ്പോഴും അവളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും വേറെ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ അയാളെ അധികം മൈൻഡ് ചെയ്യാറില്ല. ഇയാളിങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൾ സനലിനോടും പറയാറുണ്ടായിരുന്നു. അതിനുശേഷം കൊറിയർ ഓഫീസിൽ പോയി അയക്കാനുള്ള കൊറിയറും കൊടുത്തിട്ട് കബോർഡിൽ നിന്നും അവൾക്ക് കിട്ടിയ ഇവരുടെ രണ്ടുപേരുടെ പഴയ ഫോട്ടോ ഒരുമിച്ചിരിക്കുന്ന രീതിയിലൊന്ന് ഫ്രെയിം ചെയ്യിക്കാൻ അവൾ കൊടുക്കുന്നു. സനൽ ഇടുക്കിയിലോട്ട് വരുന്ന വഴിക്ക് നല്ലൊരു പ്ലേസ് കണ്ട് ഒന്ന് സിഗരറ്റ് വലിക്കാൻ നിർത്തി. എന്നിട്ട് അവൻ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ലീനയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ലൊരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട്, നമുക്ക് ഒരു ദിവസം ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തപ്പോഴേ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവൻ സ്മോക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തിയതാണെന്ന്. രണ്ടുപേർക്കിടയിലും വല്ലാത്തൊരു ബോണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറയാതെ തന്നെ അവർക്ക് അറിയാമായിരുന്നു. കുറെ നാളുകൾക്ക് മുമ്പ് ഇവൻ ഗൾഫിൽ പോയ ശേഷം ഇടയ്ക്ക് കുറച്ചു ദിവസം അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. വലിയ തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്യാതെ വല്ലപ്പോഴും ഒക്കെ സാധാ കോളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം ലീന ഇടയ്ക്കൊന്ന് അവനോട് പിണങ്ങുകയും ചെയ്തു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ലീനയൊന്ന് തെന്നി വീണിട്ട് അവളുടെ കൈയൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അവൾ ഷീജയും കൊണ്ടുവന്നു. ആ സമയം സനലിന്റെ ഒരു കൂട്ടുകാരൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അയാളുടെ കയ്യിൽ സനലിൽ കുറച്ച് സാധനം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ലീനയെ കാണാത്ത കാരണം അവൾ ഇവിടേക്ക് വന്നറിഞ്ഞിട്ട് ആ കൂട്ടുകാരൻ ഇവിടേക്ക് വരുന്നു. എന്റെ കൈക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, താനൊന്ന് വീണതാ, പക്ഷെ സനലേട്ടിന്റെ അടുത്ത് പറയണ്ട, ആള് വല്ലാതെ ടെൻഷൻ ആകുമെന്ന്. അത് കേട്ടുകൊണ്ട് ഈ കൂട്ടുകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൊള്ളാമെന്ന്. നിന്റെ അത്രയൊന്നും പറ്റിയില്ലെങ്കിലും കുളിമുറിയിൽ തെന്നി വീണിട്ട് സനൽ ഒരാഴ്ച ഒരേ ഇരിപ്പായിരുന്നു എന്ന്. അത് കേട്ടപ്പോ അവൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവൻ കുറച്ചു ദിവസം തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്യാതിരുന്നതെന്ന്. താൻ കുളിമുറിയിൽ വീണ് റൂമിൽ ഇരിപ്പാണെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരുപാട് ടെൻഷനിലാകുമെന്ന് സനലിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവളേത് അറിയിക്കാതെ സനൽ മനഃപൂർവ്വം വീഡിയോ കോൾ ഒഴിവാക്കിയത്. എന്നാൽ ഇത് കേട്ട ഉടനെ ടെൻഷനോടുകൂടി സനലിനെ വിളിക്കുന്നു. കുളിമുറി വീണിട്ട് തന്നോടെന്താ പറയാനെന്ന് ചോദിക്കുമ്പോൾ സനൽ പറയുന്നുണ്ട്, തനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, കാലം നുള്ളിക്കിയതേ ഉള്ളൂ എന്ന്. നീ വെറുതെ ഇതുപോലെ ടെൻഷൻ അടിക്കുമെന്ന് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞതെന്ന്. ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അവൻ തിരക്കാണെന്നൊക്കെ കള്ളം പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ ഫോൺ വെക്കുന്നതിന് മുമ്പ് പോലും അവൾ താൻ വീണ കാര്യം സനലിനോട് പറഞ്ഞില്ല. പകരം കോള് കട്ട് ചെയ്ത ശേഷം ആ കൂട്ടുകാരനെ കൊണ്ട് കൈയൊടിഞ്ഞു നിൽക്കുന്ന തന്റെ ആ രൂപം ഒന്ന് ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് സനലേട്ടിനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറയുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് സനലാകട്ടെ മനോജ് എന്ന് പറയുന്ന ആളെ കാണാൻ കയറുന്നു. അയാളുടെ നഴ്സറിയിൽ കയറി അയാളെ കണ്ടിട്ടിറങ്ങിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി. ആ സമയം ലീന തന്റെ മറ്റു ജോലികളൊക്കെ തീർത്തിട്ട് ഷാജി എന്ന് പറയുന്ന ആളെ കാണാൻ കയറുന്നു. ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് എല്ലാം തന്നെ അയാളുടെ കയ്യിൽ കൊടുത്തു. അയാൾ അവളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, നീ സനലും രജിസ്റ്റർ വിവാഹം ചെയ്ത കാര്യമൊക്കെ നിന്റെ പപ്പയെ അറിയിച്ചത് ഞാനാണെന്ന്. അന്നത് വലിയ പ്രശ്നമൊക്കെ ആയതായിരുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട്, അത് ചേട്ടൻ തന്നെ ആയിരിക്കുമെന്ന് അന്നേ എനിക്ക് അറിയാമായിരുന്നുവെന്ന്. അയാളുടെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് അവൾ അവിടെ നിന്നും ഇറങ്ങിയപ്പോഴേക്കും നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ആ സമയം സനൽ അവളെ കോൾ ചെയ്യുന്നു. മനോജിന്റെ നഴ്സറിൽ കയറിയിട്ട് താൻ താമസിച്ചു എന്ന് പറഞ്ഞതും അവൾ അവനെ കുറെ വഴക്ക് പറയുന്നു. ഇനിയിപ്പോ ഒരുപാട് ലേറ്റ് ആകില്ലേ, മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ടൗണിൽ എവിടെയെങ്കിലും ലോഡ്ജ് എടുത്ത് താമസിച്ചിട്ട്
നാളെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ അതൊന്നും കേൾക്കുന്നില്ല. വരുന്ന വഴിക്ക് എവിടെയെങ്കിലും മണ്ണിടിച്ചിലുണ്ടാകുമെന്നുള്ള പേടിയായിരുന്നു അവൾക്ക്. എടുത്തും വെച്ചിട്ട് അവന്റെ വണ്ടിയുടെ നിയന്ത്രണവും നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കാരണം അത്രയധികം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നും കഥ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഇവരുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ കാര്യമൊന്നും തന്നെ രണ്ട് വീട്ടുകാരും അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയിരിക്കും ഒരു ദിവസം ഈ ബ്രോക്കർ ഷാജിയാകട്ടെ ഇവളുടെ പപ്പയെ കാണാൻ വന്നപ്പോ അയാൾ അവളോട് ചോദിക്കുന്നുണ്ട്, മോള് സിവിൽ സ്റ്റേഷന്റെ അടുത്തുള്ള രജിസ്റ്റർ ഓഫീസിൽ ഈ അടുത്ത് എങ്ങാനും പോയിട്ടുണ്ടായിരുന്നു എന്ന്. മോളെ അവിടെ കണ്ടു എന്നൊരാൾ പറഞ്ഞു. താൻ അവിടെങ്ങും പോയിട്ടില്ല എന്ന് അവൾ കള്ളം പറയുന്നു. ചിലപ്പോ അയാൾക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഷാജി നേരെ അവളുടെ പപ്പയുടെ അടുത്തേക്ക് പോയി. എന്നാൽ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവൾ അവിടെ സല്ലുമായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടുണ്ടെന്ന്. അയാൾ മറ്റൊരാൾ വഴി ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ നേരെ പോയി ഇത് അവളുടെ പപ്പയുടെ അടുത്ത് പറയുന്നു. അത് കാരണം അവളുടെ വീട്ടിൽ വലിയ പ്രശ്നമാവുകയും അവൾക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വരികയും ചെയ്തു. അമ്മ മരിച്ച ശേഷം അവളും പപ്പയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പപ്പയെ വിട്ടിട്ട് വരാൻ അവൾക്ക് അത്രയധികം വിഷമമുണ്ടായിട്ട് പോലും വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് അവൾ വീട്ടിൽ നിന്നിറങ്ങിയത്. തൽക്കാലം അവളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹോസ്റ്റലിൽ ഇവന്റെ റൂം എടുക്കുന്നു. കുറച്ചു നാളത്തേക്ക് അവളെ അവിടെ നിർത്താനും പിന്നെ ഒരു വീട് ശരിയാക്കിയിട്ട് അവിടേക്ക് മാറാനുമായിരുന്നു അവന്റെ തീരുമാനം. അങ്ങനെ പതിയെ കുറച്ചു ദിവസം കൊണ്ട് വാടക കുറഞ്ഞൊരു വീട് ശരിയാക്കുകയും അവളെയും കൂട്ടി അവൻ അവിടേക്ക് മാറി താമസിക്കുകയും ചെയ്തു. കാരണം അവന്റെ വീട്ടിലേക്ക് അപ്പോൾ അവളെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. ഷൈനിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. വീട്ടിലധികം സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അവരവിടെ ഹാപ്പി ആയിരുന്നു. പല ദിവസങ്ങളിലും മഴ പെയ്യുമ്പോൾ വീട് ചോരും. രണ്ടുപേരും ചേർന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു അവിടെ കിടന്നിരുന്നത്. ആ കഷ്ടപ്പാടുകൾക്കിടയിലും അവർ പരസ്പരം ഒരുപാട് പ്രണയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കഥ ഫ്ലാഷ് ബാക്കിൽ നിന്നും വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുകയാണ്. മഴയ്ക്കൊന്ന് തോർന്നപ്പോഴേക്കും ലീനയാകിട്ട നേരെ സെമിത്തേരിയിലേക്ക് വരുന്നു. അവിടെ അവളുടെ പപ്പയും അമ്മയും അടക്കിയിരിക്കുന്നിടത്ത് പോയിട്ട് അവൾ അവരോട് രണ്ടുപേരോടും പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും അറിയാതെ ആരോടും ചോദിക്കാതെയും പറയാതെയൊക്കെ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. വലിയ ആളായതുകൊണ്ടോ ധൈര്യമുള്ളത് കൊണ്ടോ ഒന്നുമല്ല, തെറ്റില്ലാന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ചെയ്തതാ. എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്റെ കൂടെ നിന്നേക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവൾ ചെയ്ത ആ ഒരു കാര്യം എന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും. അത് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് കാണിക്കുന്നു. രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞത് കാരണം വീട്ടിൽ പ്രശ്നമായിട്ട് ഇവൾ ഇറങ്ങിപ്പോയെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അവളുടെ പപ്പയായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി അവൾ പപ്പയുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അവളുടെ പപ്പ രോഗബാധിതനാവുകയും കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അവൾ അയാളുടെ കൂടെ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ടായിരുന്നു. ആ സമയം സനല് ഗൾഫിലായിരുന്നു. ഇനിയായിരുന്നു പപ്പയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കും ഒരു ദിവസം അവളുടെ പപ്പ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളുടെ പേരിലുള്ള സ്ഥലമെല്ലാം തന്നെ അവളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും ചെയ്തു വെക്കുന്നത് നല്ലതാണെന്നും അല്ലെങ്കിൽ എന്റെയൊക്കെ കാലശേഷം ഇതൊക്കെ ചെയ്യാൻ നീ കിടന്ന് ഓടേണ്ടി വരുമെന്ന്. അന്ന് അവൾ പപ്പയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒന്നും ആവശ്യം ഇപ്പൊ ഇല്ല എന്ന്. എന്നിട്ട് പോലും അയാൾ അതെല്ലാം അവളുടെ പേരിലേക്ക് മാറ്റി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും അസുഖം കൂടി അവളുടെ പപ്പ മരിച്ചു. അന്ന് ഗൾഫിലായിരുന്ന സനലാകട്ടെ മരണാന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ചടങ്ങുകൾ കഴിഞ്ഞിട്ട് അന്ന് രാത്രി ലീനയാകട്ടെ പപ്പയെക്കുറിച്ചിരുന്ന സനലിനോട് പറയുന്നു, കുറച്ച് ദിവസമായിട്ട് പപ്പ വല്ലാത്ത പേടിയിലായിരുന്നുവെന്നും മഴയൊക്കെ പെയ്യുമ്പോൾ താൻ പറമ്പിലേക്ക് പോകുമ്പോൾ തന്നെ വഴക്ക് പറയാറുണ്ടായിരുന്നുവെന്നും തനിക്ക് പെട്ടെന്ന് ആരും ഇല്ലാതായി പോയ പോലെ അവൾക്ക് തോന്നാൻ തുടങ്ങിയെന്ന് അവൾ പറഞ്ഞതും സനല് പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്ന്, നമുക്ക് ടൗണിലൊരു വീടെടുക്കാം, നീ അവിടെ നിന്നാ മതി. പക്ഷെ അതൊന്നും വേണ്ടെന്നാണ് അവള് പറയുന്നത്. പപ്പയുടെ അമ്മയുടെ ഓർമ്മകളുള്ള ഈ വീട്ടിൽ നിൽക്കാനായിരുന്നു അവൾക്ക് ഇഷ്ടം. ചടങ്ങിന് വന്ന പല ആൾക്കാരും സനലിനോട് പറയുന്നുണ്ട്, ഇനി ഇവളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തരുതെന്നും ഒന്നുകിൽ നീ കൂട്ടിക്കൊണ്ടു പോകണം അല്ലെങ്കിൽ നീ ജോലി വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കണമെന്ന്. ഒന്നുമല്ലെങ്കിലും ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന ആദായം വെച്ച് തന്നെ നിങ്ങൾക്ക് ജീവിക്കാം. എന്ത് ചെയ്യണമെന്നറിയാതെ സനൽ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയമായിരുന്നു അത്. പക്ഷെ അവനും ഗൾഫിലേക്ക് തിരിച്ചു പോകാതെ നിവർത്തിയില്ലായിരുന്നു. അങ്ങനെയാണ് അവൻ വീണ്ടും പോയതും. കഥ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുന്നു. വീട്ടിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഗൾഫിൽ അവന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഫ്രണ്ട് അവനെ വിളിക്കുന്നുണ്ട്. അന്ന് അവരൊരു ഡീല് സൈൻ ചെയ്യുന്ന ദിവസമായിരുന്നില്ലേ. കുറെ കാലമായിട്ട് അവർ അതിന്റെ പിറകെയായിരുന്നു. ഒടുവിൽ അവർ പ്രതീക്ഷിച്ച പോലെ ആ ഒരു പ്രോജക്ട് സക്സസ് ആവുകയും ആ ഡീല് സൈൻ ചെയ്യുകയും ചെയ്തു. അത് കേട്ടതും സനൽ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇത്രയും വലിയൊരു ഡീല് കിട്ടിയ സമയത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണമെന്ന് ആ കൂട്ടുകാരൻ പറയുമ്പോൾ സനൽ പറയുന്നുണ്ട്, ഞാൻ ഇല്ലെങ്കിൽ അവിടെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. അങ്ങനെ വീണ്ടും സന്തോഷത്തില് അവൻ വണ്ടി മുന്നോട്ടെടുത്തു. പക്ഷെ മഴ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ലീനയുടെ കോള് വീണ്ടും എത്തി. നല്ല ഇരുട്ടി തുടങ്ങിയിരുന്നു. ഏതോ ഒരു ഭാഗത്ത് മണ്ണിടിച്ചിൽ കാരണം വണ്ടിയെല്ലാം ബ്ലോക്കായി കിടക്കുകയാണെന്ന് സനൽ പറയുന്നു. എന്നാൽ തിരിച്ചുപോയിക്കോ, ടൗണിൽ റൂം എടുത്തിട്ട് പിന്നെ വന്നാ മതിയെന്ന് അവൾ പറഞ്ഞെങ്കിലും ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം, ബ്ലോക്ക് മാറുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്നാണ് അവൻ പറയുന്നത്. അതിനിടയ്ക്ക് അവൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ആ സമയം ഞാനൊരു കാര്യം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ടൗണിൽ പോയപ്പോ ഫ്രെയിം ചെയ്ത് വാങ്ങിച്ച അവരുടെ ഫോട്ടോ കാണിക്കുന്നു. അത് കണ്ടതും സനൽ അവരുടെ പഴയ ഓർമ്മകളിലേക്ക് പോയി. സനൽ അന്ന് അവിടെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യായിരുന്നു. തന്റെ സഹോദരി ഷൈനിയുടെ കൂടെ പലപ്പോഴും സനൽ ലീനയെ കണ്ടിരുന്ന സമയം അവന്റെ മനസ്സിൽ തോന്നിയ ഇഷ്ടം ആദ്യമായിട്ട് അന്ന് അവൻ അവളോട് തുറന്നു പറഞ്ഞു. പ്രേമിച്ച് വെറുതെ നടക്കാനൊന്നുമല്ല, തനിക്ക് ഈ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, മറുപടി തരണമെന്ന് പറഞ്ഞു. ആദ്യം കേട്ടപ്പോ അവൾക്കതൊരു ഷോക്കായിരുന്നെങ്കിലും കുറച്ചു ദിവസം അവൾ ആലോചിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ സനൽ അവളെ കോൾ ചെയ്തെങ്കിലും അവൾ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം സനൽ വിചാരിച്ചിരുന്നത് അവൾക്ക് അവനെ ഇഷ്ടമല്ല എന്നായിരുന്നു. കുറേയായിട്ട് തന്നെ അവൾ ഒഴിവാക്കുന്നത് കാരണം ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ അവന്റെ ലെറ്റർ കൊടുത്തുവിടുന്നു. നമുക്കിടയിൽ ഈ ഒരു മൗനം വേണ്ട, 2 ആഴ്ചയായിട്ട് എന്നോട് ഒന്നും വേണ്ടിയിട്ടില്ല, ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിനക്ക് താല്പര്യമില്ലെങ്കിൽ തുറന്നു പറയുന്നതിൽ ഒരു മടിയും കാണിക്കണ്ട. നിന്റെ ഉത്തരം നോയാണെങ്കിലും എന്റെ ഉള്ളിൽ നീ എന്നും ഉണ്ടാകും. പക്ഷെ അപ്പോഴും നിന്റെ ഉത്തരം എസ് ആയിരിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അവന്റെ ആ കത്തുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ ഉത്തരം എസ് ആണെങ്കിലും നോയാണെങ്കിലും അത്
അത് അവനോട് തുറന്നു പറയണമെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ നേരെ പോയി അവനോട് പറയുന്നുണ്ട് തന്റെ മനസ്സിലും ആ ഇഷ്ടമുണ്ടെന്ന്. പക്ഷേ എനിക്കൊരു വാക്ക് തരണം, ഒരിക്കലും എന്നെ ഇട്ടിട്ട് പോകില്ല എന്ന്. അത് കേട്ടതും അവൻ സന്തോഷത്തോടു കൂടി അവളോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരിക്കലും ഇട്ടിട്ട് പോകില്ല എന്നും എന്നും നിന്റെ കൂടെ ഉണ്ടാകുമെന്നും. അവിടെ നിന്നായിരുന്നു അവരുടെ പ്രണയബന്ധത്തിന്റെ തുടക്കം. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് ആ മഴയിലൂടെ സനൽ സഞ്ചരിച്ചപ്പോൾ പെട്ടെന്ന് അവൻ കാണുന്നത് അവന്റെ മുന്നിലായിട്ട് മണ്ണിടിഞ്ഞു കിടക്കുന്നതാണ്. അവൻ പുറത്തേക്കിറങ്ങി നോക്കുന്നുണ്ട്. ആ സമയം വീണ്ടും കൂടുതൽ മണ്ണിടിയാൻ തുടങ്ങി. സനലിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിരുന്ന ലീന ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ ഞെട്ടി എഴുന്നേൽക്കുന്നു. പുറത്ത് നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. സനലിനെ ഇതുവരെയും കാണുന്നില്ല. അവൾ കോൾ ചെയ്തിട്ടും അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. പുറത്ത് നല്ല ഇടിയും മിന്നലും എല്ലാം ഉണ്ട്. കൂടാതെ അവിടെ കറണ്ട് കെട്ടും. അവൾ ആകെ ടെൻഷനിലായി. ഈ മഴയും മണ്ണിടിച്ചിലുമായിരുന്നു അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെടാൻ കാരണം. സനലിന് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ടെൻഷനായിരുന്നു അവൾക്ക്. അവൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. വളരെയധികം ടെൻഷനോടെ ഇരുന്ന കുറെ നിമിഷങ്ങൾ കഴിഞ്ഞുപോയി. പെട്ടെന്ന് വാതിൽക്കലേക്ക് ഒരു വണ്ടി വന്നു നിൽക്കുന്ന സൗണ്ട് കേട്ട് അവൾ കതക് തുറന്നതും അവളുടെ മുന്നിൽ സനൽ വന്ന് നിൽക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിക്കുന്നു. ഒരു നിമിഷം അവൾ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന്. പക്ഷെ കുഴപ്പമൊന്നും കൂടാതെ അവൻ എത്തിച്ചേർന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ കുറെ നേരം ഞാൻ എന്റെ വൈഫിന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പോവുകയാ, ചിലപ്പോ ഉച്ചയ്ക്ക് മുന്നേ മനോജേട്ടൻ വരുമായിരിക്കും, അപ്പൊ കുറച്ച് പരിപാടി ഉണ്ടെന്ന്. അത് കേട്ടതും അവളാകട്ടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കവർ കൊണ്ടുപോയി അവന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവൻ തുറന്നു നോക്കിയതും ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു അവൻ. അതൊരു ചെക്കായിരുന്നു. അത് ഒരുപാട് ക്യാഷ് ഉണ്ടായിരുന്നു. ഇത് എവിടുന്ന ഇത്രയും ക്യാഷ് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോ അവള് പറയുന്നുണ്ട് കാലമായിട്ട് കടവും പ്രശ്നമൊക്കെ ആയിട്ട് ഗൾഫിൽ തന്നെ നിൽക്കുകയില്ലേ, ബിസിനസിന് വേണ്ടിയിട്ട് ഇനി ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങണ്ട, ഇത് നമ്മുടെ തന്നെ പൈസയാണ്, ആർക്കും തിരിച്ചു കൊടുക്കുകയും വേണ്ട, ആരും ചോദിച്ചു വരികയുമില്ല എന്ന്. എന്നാൽ ഈ ക്യാഷ് എവിടെ നിന്നാണെന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ഈ വീടും കുറച്ച് സ്ഥലവും മാത്രം നിർത്തിയിട്ട് ബാക്കിയൊക്കെ ഞാനങ്ങ് കൊടുത്തു എന്ന്. കുറെ കാലം കടത്തിന്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, ഇനി അതൊന്നും വേണ്ട, ഈ കാശ് കൊണ്ട് ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നടക്കും. ആ കാശ് കിട്ടിയതോടുകൂടി ഇനി അവന് ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്തൊരു വണ്ടി നിറയെ കുറേയധികം തൈകളുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. മനോജിന്റെ നഴ്സറിയിൽ നിന്നും കൊടുത്തുവിട്ടതാണ്. സനൽ അയാളുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഇനി ഇതിന്റെ ആവശ്യമില്ല, ഞാൻ മനോജേട്ടനോട് സംസാരിച്ചു കൊള്ളാം, ഇത് തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാൻ. ഇതെന്താ സംഭവം എന്ന് അവള് ചോദിക്കുമ്പോൾ അവൻ തിരിച്ച് വീടിനുള്ളിലേക്ക് കയറി വന്നിട്ട് അവളെ തന്റെ പാസ്പോർട്ട് എടുത്ത് കാണിക്കുന്നു. ഈ പ്രാവശ്യം 2 ആഴ്ചത്തേക്ക് അവൻ വന്നതല്ലായിരുന്നു. തന്റെ വിസയെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നാട്ടിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വരവായിരുന്നു അത്. അവൾക്ക് വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ ഇരുന്നതായിരുന്നു അവൻ. നാട്ടിൽ തിരിച്ചു വന്ന് ഈ പറമ്പിലെല്ലാം കൃഷി ഇറക്കി ഇവിടെ ഒരു കൃഷിക്കാരനായിട്ട് തന്നെ കൂടാമെന്നായിരുന്നു അവന്റെ തീരുമാനം. അതിനു വേണ്ടിയിട്ടായിരുന്നു മനോജിനോട് സംസാരിച്ചിട്ട് ഈ തൈകളെല്ലാം ഇവിടേക്ക് വരുത്തിയതും. അവൻ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വന്നപ്പോഴേക്കും അവൻ കൊടുക്കാനിരുന്ന സർപ്രൈസിനേക്കാൾ വലിയൊരു സർപ്രൈസ് അവൾ കൊടുത്തിരിക്കുന്നു. അവൾ ആ പറമ്പിൽ നല്ലൊരു ഭാഗവും വിറ്റിരിക്കുന്നു. ഇനിയിപ്പോ ആ തൈകളുടെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് അവൻ തിരിച്ച് പറഞ്ഞയച്ചത്. ഇനിയിപ്പോ എന്തു ചെയ്യുന്നു അവള് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എന്തായാലും ഇപ്പം പുട്ടുപുഴുങ്ങി വെച്ചേക്കല്ലേ, അത് നമുക്ക് കഴിക്കാം, പിന്നെ ഈ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പിന്നെ ആലോചിക്കാമെന്ന്. പിന്നീട് ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നൊരു കാർട്ടൂൺ രീതിയിൽ നമ്മളെ കാണിക്കുന്നുണ്ട്. വിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് അവൻ കൃഷി ഇറക്കി സ്വന്തമായിട്ട് കിളയ്ക്കാൻ ആരംഭിച്ചു. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഇവളെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചെയ്യുന്ന ആ ഉദയന്റെ കടയിൽ പോകുന്നു. ഇനിയിപ്പോ എന്റെ ഹസ്ബൻഡ് വരാറില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് തിരക്കണ്ട, ആൾ ഇവിടെ തന്നെ എപ്പോഴും ഉണ്ടാകുമെന്ന് അവള് പറയുന്നു. അങ്ങനെ സനലിന്റെ കൃഷിയും ലീനയുടെ കട്ട്ലറ്റ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് അവരുടെ കുഞ്ഞു ജീവിതം അവിടെ നിന്നും വീണ്ടും ആരംഭിക്കുകയായിരുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യാനും എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.